എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ടവറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പ്രധാനമായും ഹൈലൈറ്റ് ചെയ്യുന്നത് മിസ്റ്റർ സാജൻ സ്കറിയ എന്താ പറയുക, ഈ ഇടയ്ക്ക് മോദിയുടെയും പുടിൻ്റെയും ചൈന സന്ദർശനത്തെക്കുറിച്ചും ചൈനീസ് പ്രസിഡൻറ്റ് മോദിക്ക് നൽകിയ രാജകീയ വരവേൽപ്പിനെയും കുറിച്ചുള്ള ഒരു വീഡിയോയെക്കുറിച്ചാണ്. എനിക്ക് മനസ്സിലായില്ല മിസ്റ്റർ സാജൻ സ്കറിയ, താങ്കൾ ഇത്ര കണ്ട് ഹൈലൈറ്റ് ചെയ്യാൻ എന്താണതിൽ അവിടെ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ചൈനീസ് പ്രസിഡൻറ്റ് ചൈനയെക്കുറിച്ച് നമുക്കെല്ലാം നല്ലതിലും അറിയാം. ഈസ് എ നമ്പർ ഓൺ ബിസിനസ് പീപ്പിൾ. അവർ ബിസിനസ്സിന് വേണ്ടി എന്ത് കോപ്രായത്തരവും കാണിക്കും. അവർ മോദിക്ക് നൽകിയ രാജകീയ വരവേൽപ്പ് എന്തോ ഇവിടെ ഒന്നും തിരിച്ചു മറിയാൻ പോകുന്നില്ല. ഇന്ത്യ അങ്ങനെ അങ്ങോട്ട് ഇതാകുന്നൊന്നുമില്ല. അതേപോലെ തന്നെ ഒരു 10-45 മിനിറ്റ് പുടിൻ്റെ ലിമോസിനിൽ സ്വന്തം കാറിൽ മോദിയായിട്ട് യാത്ര ചെയ്തോടെ ഇറ്റ് ഈസ് നോട്ട്, അതൊരു വലിയൊരു കാര്യമുള്ളതല്ല. ഈ പുടിൻ്റെ കാറായിരുന്നാലും ഈ ചൈനീസ് പ്രസിഡൻ്റെ കാറായിരുന്നാലും ട്രംപിൻ്റെ കാറായിരുന്നാലും മോദിയുടെ കാറായിരുന്ന ഒക്കെ വാഹനങ്ങളാണ്. അതവരുപയോഗിക്കുന്നു. ആ വാഹനത്തിലൊരാളിരുന്നുകൊണ്ട് അവിടെ കൊണ്ട് മോദിക്ക് ഇപ്പോൾ അങ്ങനെ നേരെ എല്ലാ കാര്യങ്ങളും ആവാഹിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമൊന്നുമില്ല. ഇറ്റ് ഈസ് ആൾ ഗിമ്മിങ്സ്, ഇറ്റ് ഈസ് ആൾ മാജിക്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഏത് രാഷ്ട്രത്തലവന്മാരും അവരുടെ അതിഥികളായി ആരെത്തിയാലും അവർ നല്ല രീതിയിൽ സ്വീകരിക്കും. അപ്പോൾ മറ്റൊന്ന് സാജൻ സ്കറിയ പറയുകയുണ്ടായി, ഇതുവരെ ഒരു രാജ്യത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് സന്ദർശിച്ച ആർക്കും ഇങ്ങനൊരു രാജകീയ വരവേൽപ്പ് കിട്ടില്ല. കാരണം അതിന് വേറെ കാരണമൊന്നും ഏത് കുഞ്ഞുങ്ങൾക്കും അറിയാമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ അമേരിക്കയും ഇന്ത്യയും കൂടെ തമ്മിൽ ബദ്ധശത്രുക്കൾ പോലെയാണ്. കാരണം വാണിജ്യ കാര്യങ്ങളിൽ. അപ്പോൾ അവിടെ ബെനിഫിറ്റ് ഉണ്ടാകേണ്ട ആർക്കാ? ചൈനയ്ക്ക്. അപ്പോൾ ചൈന നല്ല ഒരു സുഹൃത്ത് ബന്ധത്തെ പോലെ അഭിനയിച്ച് ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ അത് മോദിക്ക് തോന്നും, ഇതാണ് ഈസ് അവർ മൈ ഫ്രണ്ട്. അങ്ങനെ മോദി അങ്ങനെ പക്ഷേ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൂടാ. ചില വൈകിക വേളയിൽ അങ്ങനെയൊക്കെ മോദി ചില സമയത്തൊക്കെ ചിന്തിക്കാറുണ്ട്. അതിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കിട്ടിയ പണി. കാരണം മൈ ഫ്രണ്ട് എന്ന ഇവർ വളരെ ഫ്രണ്ട്ഷിപ്പായിരുന്നു. അവസാനം എന്തായി? കിടക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ചൈനീസ് പ്രസിഡൻറ്റ് ലോക നമ്പർ 1 ബിസിനസ്സുകാരനാണ്. എങ്ങനെ ആൾക്കാരെ എങ്ങനെ ഡിറ്റക്റ്റ്, എങ്ങനെ ആൾക്കാരെ ഒതുക്കി അവൻ്റെ രാജ്യം എങ്ങനെ ഭരിക്കാൻ പറ്റുമെന്നും എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നവരാണ്. അതിനെ വെട്ടുകൊണ്ടൊരു വെട്ടും, കൊല്ലുകൊണ്ടൊരു കൊല്ലും. അത് ദാറ്റ് ഈസ് ദെയർ സ്റ്റൈൽ. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒരു വലിയൊരു രാജകീയ ഒരു വരവേൽപ്പ് നമ്മുടെ പ്രധാനമന്ത്രി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയെ കുറിച്ച് അതൊന്നുമല്ല, അവൻ്റെ കച്ചവടത്തിൻ്റെ കാര്യമാണ്. അത് ഇസ് എ പാർട്ട് ഓഫ് ഹിസ് ബിസിനസ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ പുടിൻ അദ്ദേഹത്തിൻ്റെ കാറിൽ വെച്ച് അത് ആരും ചെയ്യും. കാരണം നല്ലൊരു ബന്ധമാണ്. കാരണം ഈ വാറും ഈ യുക്രൈൻ വാറിലൊക്കെ എല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യ അവരിൽ നിന്ന് ആയിൽ വാങ്ങി എണ്ണ വാങ്ങുന്നു. അത് ഇന്ത്യ ചെയ്ത വലിയൊരു കാര്യമാണ്. ഇന്ത്യ പലരുടെയും വാക്കുകളെ അവഗണിച്ചുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങി വേറെ മാർക്കറ്റിംഗ്. ദാറ്റ്സ് ഓക്കെ. അതേ പാർട്ട് ഓഫ് ദ ബിസിനസ്, പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ്. നമ്മൾ അതിലൊന്നും പറയണ്ട. പക്ഷേ പുടിനായിരുന്നാലും ഈ ചൈനീസ് പ്രസിഡൻ്റ് ആയിരുന്നാലും ഇവരെയൊക്കെ ഒരു പരിധി കഴിഞ്ഞ് വിശ്വസിക്കേണ്ട. 100% കുറച്ചൊക്കെ മാർജിൻ ഇടുക. കാരണം നാളെ ഇവരിൽ നിന്ന് പലതും സംഭവിച്ചു കൂടായികയില്ല. നാളെ പുടിനും ഈ ചൈനീസ് മന്ത്രിയും കൂടെ പ്രസിഡന്റും ചേർന്ന് നമ്മളെ ഉപദ്രവിക്കാം, ഇന്ത്യയെ. പോരാത്തതുകൊണ്ട് ഈ ചൈനീസ് ഇവരാണല്ലോ ഈ റഷ്യ, ഈ ചൈന ഇത്ര മോശമായ ലെവലിൽ കൊണ്ടെത്തിച്ചത്. അവിടെ എന്തിനാ ഈ അണുബോംബൊക്കെ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യയുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഈ ചൈന തന്നെയാണ്. ഈ ചൈന തന്നെയാണ് അമേരിക്കയെ, നമ്മുടെ ഇന്ത്യയെ തീവ്രവാദികൾ കൊണ്ട് ഇത്രയും ഡിസ്റ്റർബ് ചെയ്യുന്നത് ചൈനയാണ്. ആ സത്യം നമ്മൾ മറക്കാതിരിക്കരുത്. അതുകൊണ്ട് ഇവരോടൊക്കെ ഉള്ള ഒരു മൃദു സമീപനം നമുക്ക് സമൂഹമായിട്ട് കണ്ടാൽ കൂടുതൽ ലാഭം ഇവരൊന്ന് കൊയ്യാവുന്ന പ്രതീക്ഷിക്കേണ്ട. ലാഭം എന്തായിരുന്നാലും അവനും ഉണ്ടാവും. നിങ്ങൾ പറയാം, നമ്മുടെ സിസ്റ്റം, ഈ ബിസിനസ് സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ
നാം ഇമ്പോർട്ട് ചെയ്ത് നാം ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ വളരെ ചെറിയൊരു ശതമാനം കയറ്റുമതിയെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നുള്ളൂ, ചൈനയ്ക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ലാഭം കൊയ്യുന്നവരാ ചൈന. അവനറിയാം. ഇതൊന്നും ഓർക്കണം, ഇതൊക്കെ ഓർക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഈ ഒന്നും കാണാതെ ഈ പുട്ടിനും ഈ ഷിയും ഒന്നും നമ്മളോട് ഇത്ര ആദരവ് കാണിക്കില്ല, ഇത്ര ഒന്നും കാണിക്കില്ല. അഫ്കോഴ്സ് ഒരു കാര്യം ഞാൻ പറയാം, റഷ്യയെ സംബന്ധിച്ച് സോഫാർ ഇതുവരെ നമ്മുടെ ഒരു നല്ല ഫ്രണ്ട്സായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ നാളത്തെ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷനൊക്കെ ഒന്ന് മാറി തിരിഞ്ഞ് വരുമ്പോൾ അതിനൊരു മാറ്റം വന്നുകൂടായികയില്ല. എന്നാലും നാം കരുതേണ്ടത്, നമ്മളും നമ്മുടെ ഭരണാധിപന്മാരും കരുതേണ്ടത്, ഒരിക്കലും ആരെയും 100% വിശ്വസിക്കാതിരിക്കുക, കുറച്ച് മാർജിൻ കൊടുക്കുക. നാളെ ഇതൊക്കെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് തന്നെയെന്ന് നമുക്ക് കരുതണമെങ്കിൽ ഇന്നേ ആ മാർജിൻ കൊടുത്ത് ഇത്തിരി ഡിസ്റ്റൻസ് ഗ്യാപ്പും മാർജിൻ കൊടുത്ത് നിർത്തിക്കഴിഞ്ഞാൽ നാളെ ഇവരെ നമുക്ക് ട്രബിൾ മേക്കറായിട്ട് നമ്മുടെ അടുത്ത് വന്നാലും നമ്മളിത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വിഷമം തോന്നത്തില്ല. ഓക്കെ, നാളെ ഈ അമേരിക്ക ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുത്തൊന്നും വരാം, അടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ചൈന നമുക്കിട്ട് പണി തുടങ്ങുകയും ചെയ്യും 100%. അത് യാതൊരു ഡൗട്ടും ഇല്ല. എല്ലാവരും അവരുടെ രാജ്യ സംരക്ഷണത്തിന് സുരക്ഷിതത്തിന് വേണ്ടി മാത്രമേ ചെയ്യൂ. കാരണം ട്രംപിന് പേടി യൂറോപ്യൻ യൂണിയൻ യുക്രൈൻ ചേർന്ന് കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ ചേർന്ന് റഷ്യയെ അറ്റാക്ക് ചെയ്യുക, അതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് അറ്റാക്ക് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പുടിൻ യുക്രൈൻ അറ്റാക്ക് ചെയ്തത്. അത് ഒരു 2-3 ദിവസം കൊണ്ട് തീർന്നു. പക്ഷേ തീർന്നില്ല, അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. തുടക്കം കുറിച്ചവരാണ് പുടിൻ തുടക്കം കുറിച്ചു. എല്ലാ രാജ്യക്കാരെ എതിർത്തിട്ടും ഇന്നും റഷ്യയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, റഷ്യയുടെ ഓയിൽ വാങ്ങിയാണ്. അതുകൊണ്ട് ഈ റഷ്യൻ പ്രസിഡൻറ്റ് പുടിൻ്റെ വണ്ടിയിൽ മോദി 45 മിനിറ്റിൽ നിന്ന് എന്തോ വലിയൊരു ഉണ്ടാക്കിയായിട്ട് സാജൻ സ്കറിയ പറയരുത്. ഇറ്റ് ഈസ് നോട്ട്, യു ആർ എ ഗുഡ് യൂട്യൂബർ, നിങ്ങൾ നല്ല പ്രസൻറ്റേഷൻ ചെയ്യുന്നതാണ്, കാര്യങ്ങൾ വളരെ ഇതായിട്ട്. പക്ഷേ ചില ഭാഗത്ത് ഇതൊരു അപാകത തന്നെയാണ്. അത്ര ഗതി ഇങ്ങനെ പുകഴ്ത്തൽ നടത്തേണ്ട കാര്യമില്ല മിസ്റ്റർ സാജൻ, ഇല്ല, എൻ്റെ ആവശ്യമില്ല. കാരണം ഇവനെയൊക്കെ ഈ ചൈനയെക്കുറിച്ച് നമുക്ക് നല്ലതുപോലെ അറിയാം. അവരൊക്കെ ബിസിനസ്സിൽ ഏറ്റവും കണ്ണിങ് ആൾക്കാരാണ്. അവൻ്റെ ബിസിനസ് ലാഭത്തിനുള്ള ആരെയും എന്തു ഒതുക്കും, അവൻ എന്ത് ഹീനപ്രവർത്തനം ചെയ്യും, അതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഇത്തിരി വിഷമം തോന്നി. ഇത്രയും ഇങ്ങനെ ലിമോസൺ കാറ്, 40 മിനിറ്റ് പുട്ടിനോടൊപ്പം രാജകീയ വരവേൽപ്പ്, ഈ ഒരു രാജ്യ തലവന്മാർക്കും കിട്ടാത്ത ഒരിതാണ് മോദിക്ക്. ഇതെന്തിനാ? ആ കച്ചവടത്തിന് വേണ്ടിയാണ്. ദാറ്റ്സ് ഫോർ ഹിസ് ബിസിനസ്. അത് നമ്മളതൊന്നും വലുതായിട്ടൊന്നും കാണണ്ട. സോറി സാജൻ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.